ഈ ഒരു ചിക്കൻ കറിക്ക് നമുക്ക് സ്പ്രിംഗ് ഒണിയൻ ചിക്കൻ എന്ന് വിളിക്കാം അല്ലേ. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസി സ്ട്രീംസ് കിച്ചൻ. ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ക്രഷ്ഡ് കുരുമുളക് ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ ഉപ്പും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ മുളക് പൊടിയും, അരമുറി നാരങ്ങയുടെ നീര് കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മസാലയൊക്കെ പിടിക്കുന്ന സമയത്ത് നമുക്കിതിനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് എടുക്കാം. ഇത് ഇതുപോലെ നീളത്തിൽ ഒന്ന് നമുക്ക് ചരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഭംഗിയൊക്കെ പോകും, പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി ഞാനൊരു 10 അല്ലി, വലിയ അല്ലി വെളുത്തുള്ളി 10 അല്ലിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ചെറിയ ഉള്ളി എടുക്കുമ്പോൾ അതനുസരിച്ച് എടുക്കുക. അത് നല്ല പൊടിയായിട്ട് ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് വേണ്ടത്. അതുകൂടി നമുക്ക് ഇതുപോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. ഇഞ്ചി കൂടി നമ്മൾ പൊടിയായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നമുക്ക് എന്താ വേണ്ടത്, നമ്മളുടെ ചിക്കൻ്റെ പേരെന്തെന്നാണ്, സ്പ്രിംഗ് ഒണിയൻ ചിക്കൻ. അപ്പം ഞാനിവിടെ കുറച്ച് സ്പ്രിംഗ് ഒണിയൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 കെട്ട് സ്പ്രിംഗ് ഒണിയനാണ് എടുത്തത്. ഏകദേശം ഒരു 6 തണ്ട് സ്പ്രിംഗ് ഒണിയൻ ഉണ്ടായിരുന്നു മൊത്തം. അതിൻ്റെ വൈറ്റ് പോർഷനാണ് ഞാൻ ആദ്യം അരിഞ്ഞെടുക്കുന്നത്. വൈറ്റും ഗ്രീനും കൂടി ഞാൻ സെപ്പറേറ്റ് അരിഞ്ഞു വെക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ ഇടുന്നതൊക്കെ ഒന്നിച്ചാണ് കേട്ടോ. 1 കപ്പ് വൈറ്റ് പോർഷനും 1 കപ്പ് ഗ്രീൻ പോർഷനും ഉണ്ട്. ഗ്രീൻ പോർഷൻ ഞാൻ നീളത്തിലാണ് അരിഞ്ഞത്, വൈറ്റ് പോർഷൻ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തത് കേട്ടോ. ഇനി ഇതുകൂടി നമുക്ക് അരിഞ്ഞെടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഞാനൊരു പാനിലേക്ക്, നല്ല ചൂട് കട്ടിയുള്ള കാസ്റ്റ് അയണിൻ്റെ പാനാണ് അടുപ്പിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ എക്സ്ട്രാ ഓയിലൊന്നും ഒഴിക്കുന്നില്ല. ഈ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വിങ്സൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും തൊലി കളഞ്ഞിട്ടില്ല. നിങ്ങൾ തൊലിയൊക്കെ വേണമെങ്കിൽ കളഞ്ഞെടുക്കാം, പക്ഷേ ഇങ്ങനെ തൊലിയോടുകൂടി കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിത് 2 ഭാഗവും തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഒന്ന് ഫ്രൈ ആകുന്ന സമയത്ത് 1 സവാള ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ സ്പ്രിംഗ് ഒണിയൻ എടുത്തിരിക്കുന്നതുകൊണ്ട് സവാളയുടെ അളവ് നമുക്ക് കുറച്ച് മതി. 1 സവാളയാണ്, ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ എടുത്തിട്ട് ഞാൻ ഇതുപോലെ സ്ക്വയർ ടൈപ്പായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾ ചില്ലി ചിക്കനൊക്കെ വേണ്ടി അരിയൂലേ, അതുപോലെ ഇതളുകളായിട്ട് അടത്തി എടുക്കുന്നുണ്ട്. സവാള കൂടി നമുക്ക് ഇതുപോലെ അടത്തി മാറ്റി വെക്കാം. ഈ സമയത്ത് നമ്മുടെ ചിക്കനൊക്കെ അവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് ഇനി പാനിൽ നിന്ന് കോരി മാറ്റാം. ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഫൗസി സ്ട്രീംസ് കിച്ചൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ കൂട്ടുകാരെ. ആ വലതുവശത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ കോരി മാറ്റി അതേ പാനിലേക്ക് തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മാത്രം മതി, ഒരുപാട് മൊരിയേണ്ട. ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള കൂടി ഒന്ന് വാടി വരുന്ന സമയത്ത് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 1 ടേബിൾ സ്പൂൺ സോയ സോസ് കൂടി 1/2 കപ്പ് വെള്ളത്തിലേക്ക് കലക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ഒന്ന് കലക്കി വെക്കാം. വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം കൂടി ഒഴിച്ചു കേട്ടോ. ഞാൻ മൊത്തം 1 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട് എല്ലാത്തിനും കൂടിയിട്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് കലക്കി കൊടുക്കാം. നമ്മുടെ സവാള വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റും അതുപോലെ തന്നെ ആ ഗ്രീൻ പോർഷനും കൂടി ഇട്ട് കൊടുക്കാം. ആദ്യം വൈറ്റ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ഗ്രീൻ പോർഷനും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ നിന്ന് കുറച്ച് വേണമെങ്കിൽ നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. ഞാനത് മാറ്റി വെക്കാൻ മറന്നുപോയി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊരിച്ചു വെച്ച ചിക്കൻ കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്കിത് മൂടി വെക്കാം. ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് കൊടുത്താൽ മതി. ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ആ മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചു വരുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ചൂട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ അങ്ങനത്തെ പാത്രം അല്ലെങ്കിൽ ഒരൽപ്പം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് അരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അതിൻ്റെ നടുവിലായിട്ടൊരു കുഴി ഉണ്ടാക്കിയിട്ട് നമ്മുടെ ആ ടൊമാറ്റോ കെച്ചപ്പ് സോയ സോസ് കോൺഫ്ലവർ മിക്സ് ഉണ്ടല്ലോ
അതുകൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും അത് മിക്സായി കഴിയുമ്പോഴത്തേക്കും അരികിൽ നിന്നൊക്കെ തിള വരുന്ന സമയത്ത് നമുക്ക് മൂടി വെച്ച് വീണ്ടും ഒരു 10 മിനിറ്റ് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനിവിടെ തീയൊക്കെ ഓഫ് ചെയ്തിട്ട് അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഗാർണിഷിങ്ങിനായിട്ട് വേണമെങ്കിൽ കുറച്ച് പിന്നെ സ്പ്രിംഗ് ഓണിയൻ മാറ്റി വെക്കാൻ ഞാൻ പറഞ്ഞില്ലേ, അതുകൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടേ നമ്മുടെ അടിപൊളി സ്പ്രിംഗ് ഒണിയൻ ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇവിടെ അധികം കുറച്ച് സ്പ്രിംഗ് ഒണിയൻ വാങ്ങിച്ച് വെച്ചിട്ടേ കുറേ ദിവസമായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ വഴക്ക് പറയും ഇതൊക്കെ ചീത്തയായി പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഓർത്ത് ഈ ചിക്കനും ഇരിപ്പുണ്ടല്ലോ, ഇതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ചെയ്ത് നോക്കിയതാണ്. പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത്. വീണ്ടും കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. മാസലാമ.